ഫ്രണ്ട്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എംകോം തേർഡ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലിവറേജ് അനാലിസിസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ലിവറേജ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിന്റെ ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കംപ്ലീറ്റ് കവറേജ് ഓഫ് ലിവറേജ് അനാലിസിസ്. ലിവറേജ് അനാലിസിസ് പൂർണ്ണമായിട്ട് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് മാത്രമല്ല 4 ചോദ്യങ്ങൾ കൂടിയാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് 4 ക്വസ്റ്റ്യൻ ഫ്രം ലിവറേജ് അനാലിസിസ്. ലിവറേജ് അനാലിസിസിലെ 4 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോ ക്ലാസ്സിലേക്ക് കടക്കാൻ വേണ്ടി പറ്റും. ലിവറേജ് അനാലിസിസ് എന്താണ്? ലിവറേജ് അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഒരു ഇൻട്രോഡക്ടറി പാർട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം അതിന്റെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് ഏതൊക്കെയാണ് ഇക്വേഷൻസ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലമാറ്റിക്കൽ ഏരിയാസ് നോക്കാം. യെസ്, എന്താണ് ലിവറേജ് അനാലിസിസ് എന്ന് പറയുന്നത്? ഒരു ഫേമിന്റെ എബിലിറ്റിയാണ്. ആ ഫേം നല്ല രീതിയിലാണോ ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിച്ചത്, അതുപോലെ തന്നെ നല്ല രീതിയിലാണോ ഫണ്ട് കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചത്. അതായത് ഒരു ഫേം നല്ല രീതിയിലാണോ ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിച്ചത്, അതുപോലെ തന്നെ ആ ഫേം തന്നെ നല്ല രീതിയിലാണോ ഫണ്ട് കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെയുള്ള ആൻസർ ആണ് ലിവറേജ് അനാലിസിസ് എന്ന് പറയുന്നത്. ആ ഫേമിന്റെ എബിലിറ്റിയാണ് എത്രത്തോളം നന്നായിട്ട് ഫിക്സഡ് കോസ്റ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നന്നായിട്ട് ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലിവറേജ് അനാലിസിസിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനെ പ്രധാനമായിട്ട് നമുക്ക് 3 ആയിട്ട് തിരിക്കാം: ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ്. എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്? ഒരു ഫേമിന്റെ ഫിക്സഡ് കോസ്റ്റ്, ആ ഫേം നല്ല രീതിയിലാണോ കോസ്റ്റ് ഉപയോഗിച്ചത്. കോസ്റ്റ് അധികമായി കഴിഞ്ഞാൽ, അതായത് ചെലവ് അധികമായി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നഷ്ടം സംഭവിക്കും. അപ്പൊ നല്ല രീതിയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് ഓപ്പറേറ്റിംഗ് ലിവറേജിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജിൽ ഫിക്സഡ് കോസ്റ്റ് നല്ല രീതിയിലാണോ ഫേം ഉപയോഗിച്ചത് എന്നതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദെൻ ഫിനാൻഷ്യൽ ലിവറേജിൽ ആ ഫേം നല്ല രീതിയിലാണോ ഫണ്ട് ഉപയോഗിച്ചത്, ഫണ്ട് കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ. നമ്മൾ പുറത്തുനിന്ന് ബോറോഡ് ഫണ്ട് ഒരുപാട് വാങ്ങിയിട്ടുണ്ടാവും, മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട ഫണ്ടുകളാണ്. അപ്പൊ അതൊക്കെ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ, ഫണ്ട് കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ലിവറേജിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെയും ഫിനാൻഷ്യൽ ലിവറേജിന്റെയും കോമ്പിനേഷനെയാണ് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയാം. അപ്പൊ ഇത്ര മാത്രം ഉപയോഗിക്കുക. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് ഫണ്ട് കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ. അതുപോലെ തന്നെ കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ദ എബോവ്. ദെൻ ഈ ഒരു ഡയഗ്രാം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ വരിക, എന്താണ് ഫിനാൻഷ്യൽ ലിവറേജിന്റെ ഇക്വേഷൻ വരിക എന്നൊക്കെ ഈ ഒരു ഡയഗ്രാം, ഈ ഒരു കോസ്റ്റ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അത് ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റിനാണ് നമ്മൾ EBIT എന്ന് പറയാം, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയാം. ദെൻ EBITയിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ, അതായത് EBITയിലെ I കുറച്ച് കഴിഞ്ഞാൽ, I പോയി കഴിഞ്ഞാൽ, അതായത് EBITയിൽ നിന്ന് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ, അതായത് ഈ I പോയി കഴിഞ്ഞാൽ നമുക്ക് EBT കിട്ടും. EBITയിലെ I പോയി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ EBT കിട്ടും. EBTയിൽ നിന്ന് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ദെൻ EBT എന്ന് പറയുന്നത് ഏർണിംഗ് ബിഫോർ ടാക്സ് ആണ്. ഏർണിംഗ് ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏർണിംഗ് പെർ ഷെയർ കിട്ടും, EPS കിട്ടും. ഇതാണ് ഒരു കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജിലും ഫിനാൻഷ്യൽ ലിവറേജിലും അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞുതരാം. സെയിൽസ് മുതൽ EBIT വരെയുള്ള ഭാഗമാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. അതായത് ഈ ബ്ലൂ ഇങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജുമായി ബന്ധപ്പെട്ടുള്ള ഭാഗമാണ്. സെയിൽസ് മുതൽ EBIT വരെയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജിൽ വരിക. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് ലിവറേജിൽ 2 ഇക്വേഷൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, അതിനാണ് ഞാൻ ഇവിടെ DOL എന്ന് കൊടുത്തിരിക്കുന്നത്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ദെൻ ഓപ്പറേറ്റിംഗ് ലിവറേജ്. 2 ഇക്വേഷൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, അതിന്റെ ഇക്വേഷൻ എന്താണ്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ എന്താണ്? ഇത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അതിന് മുമ്പുള്ള ഒരു തിയററ്റിക്കൽ ആസ്പെക്ട് മാത്രമാണ് ഇത് ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ എന്താ പറയാ, ജസ്റ്റ് കേട്ടിരിക്കുക. അതിനുശേഷം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് മനസ്സിലാവും. ജസ്റ്റ് ഇപ്പൊ 4 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇക്വേഷൻ വരിക എന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ സെയിൽസ്. Degree of operating leverage. Degree of operating leverage is equal to percentage changes in the EBIT divided by percentage changes in the sales. അപ്പൊ ഞാൻ പറഞ്ഞത് സെയിൽസ് മുതൽ ഈ ഒരു കോസ്റ്റ് ഷീറ്റിൽ സെയിൽസ് മുതൽ EBIT വരെയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് വരിക. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? പെർസെന്റേജ് ചേഞ്ചസ് EBIT ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ സെയിൽസ്. EBIT
ഡിവൈഡഡ് ബൈ സെയിൽസ്. പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ സെയിൽസ്. അതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ എന്താ? ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ എന്താ? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT. അതും ഇതിന്റെ ഉള്ളിൽ തന്നെ വരുന്നല്ലേ, സെയിൽസ് മുതൽ EBIT ഉള്ളിൽ തന്നെയാണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT, അതായത് EBIT കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗത്തിന്റെ ഉള്ളിലാണ് വരുന്നത്. സെയിൽസ് മുതൽ EBIT അതിന്റെ ഉള്ളിലാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് വരുന്നത്. ജസ്റ്റ് ഇമാജിനറി. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ രണ്ട് ഇക്വേഷൻ നമ്മൾ നോക്കിയത്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഇക്വൽ ടു പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദി EBIT ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ സെയിൽസ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് നോർമൽ ഇക്വേഷൻ ഇസ് ഇക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT. അപ്പോൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജ് രണ്ട് ഇക്വേഷൻ ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. Then financial leverage. Degree of financial leverage is equal to percentage changes in the EPS divided by percentage changes in the EBIT. ശ്രദ്ധിക്കാം, സെയിൽസ് മുതൽ EBIT വരെയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് വരിക. അതായത് ഈ ബ്ലൂ ഇങ്കിലാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് വരിക, ഈ റെഡ് ഇങ്കിലാണ് ഫിനാൻഷ്യൽ ലിവറേജ് വരിക. റെഡ് ഇങ്കിലാണ് ഫിനാൻഷ്യൽ ലിവറേജ് വരിക. അതായത് EBIT-യിലാണ് ഫിനാൻഷ്യൽ ലിവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. EBIT മുതൽ EPS വരെയുള്ള ഇത്രയും ഭാഗത്താണ് ഫിനാൻഷ്യൽ ലിവറേജ് വരിക. ഇത്രയും ഭാഗത്താണ് ഫിനാൻഷ്യൽ ലിവറേജ് വരിക. ഇനി ഇക്വേഷൻ നമുക്ക് നോക്കാം. പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EPS ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT. EPS ഉം EBIT. പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EPS വരുന്നത് ഏറ്റവും താഴെയാണ്. EPS ഡിവൈഡ് ബൈ EBIT. പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EPS ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT. ഫസ്റ്റ് ഇക്വേഷൻ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EPS ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT. ഇനി നോർമൽ ഫിനാൻഷ്യൽ ലിവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. EBIT ഡിവൈഡ് ബൈ EBIT. EBIT മുതൽ EPS വരെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് വരിക. റെഡ് ഇങ്കിൽ വരുന്നതാണ് ഫിനാൻഷ്യൽ ലിവറേജ് വരിക. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുക. EBIT ഡിവൈഡ് ബൈ EBIT. EBIT ഡിവൈഡഡ് ബൈ EBIT. രണ്ടാമത്തെ ഫിനാൻഷ്യൽ ലിവറേജിന്റെ നോർമൽ ഇക്വേഷൻ EBIT ഡിവൈഡ് ബൈ EBIT. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജിൽ രണ്ട് ഇക്വേഷൻ ആണ്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ഈക്വൽ ടു പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EPS ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT. നോർമൽ ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ഈക്വൽ ടു EBIT ഡിവൈഡ് ബൈ EBIT. അപ്പോൾ പ്രധാനമായിട്ട് നോക്കുക, സെയിൽസ് മുതൽ ഈ ഒരു കോസ്റ്റ് ഷീറ്റ് ഓർമ്മയുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. സെയിൽസ് മുതൽ EBIT വരെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. ഈ EBIT മുതൽ EPS വരെ ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ഇതിന്റെ ഉള്ളിലാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇനി കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. അല്ലാതെ കമ്പൈൻഡ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. കമ്പൈൻഡ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അത് എങ്ങനെയാണ് വരിക എന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ ഇപ്പം ഇത്ര മാത്രം മനസ്സിലാക്കുക. കമ്പൈൻഡ് ലിവറേജ് ഇസിക്കൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈൻഡ് ലിവറേജ് കിട്ടും. ഇനി എങ്ങനെയാണ് ഈ ഇത്രയും ഇക്വേഷൻ കണ്ട് നിങ്ങൾ പേടിക്കുന്ന വേണ്ട. ഇത് ജസ്റ്റ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് അത്രേ ഉള്ളൂ. ഇത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈസി കൺസെപ്റ്റ് ആണ്. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ഇങ്ങനെ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കമ്പൈൻഡ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റിംഗ് ലിവറേജും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് ഇസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജും ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജും മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താ? പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ സെയിൽസ് അല്ലേ. പെർസെന്റേജ് ചേഞ്ചസ് ഇൻ EBIT ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ സെയിൽസ്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഇനി ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എത്രയാണ്? പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EPS ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT അല്ലേ. പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EPS ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT അല്ലേ. ഇനി നമുക്കിത് എങ്ങനെയാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ EBITയും പെർസെന്റേജ് ചേഞ്ചസ് ഇൻ EBITയും വെട്ടിപ്പോകും. കാരണം എന്താ? ക്രോസിൽ രണ്ടും സെയിം ആണ്. പെർസെന്റേജ് ചേഞ്ചസ് ഇൻ EBITയും വെട്ടിപ്പോവും. അപ്പോൾ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ EPS ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ സെയിൽസ്. ദാറ്റ് ഇസ് എ ഫൈനൽ. ഇതാണ് ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജിന്റെ ഇക്വേഷൻ. പെർസെന്റേജ് ചേഞ്ചസ് ഇൻ EPS ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ സെയിൽസ്. ഇതൊന്നും നിങ്ങൾക്ക് ഓർത്തെടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് എങ്ങനെയാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് ഇസ് ഈക്വൽ ടു പെർസെന്റേജ് ചേഞ്ചസ് ഇൻ EPS ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ സെയിൽസ്. EBITയും വെട്ടിപ്പോയി. ബാക്കിയുള്ള പെർസെന്റേജ് ചേഞ്ചസ് ഇൻ EPSഉം പെർസെന്റേജ് ചേഞ്ചസ് ഇൻ സെയിൽസും. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ദെൻ നോർമൽ കമ്പൈൻഡ് ലിവറേജ് ഇസ് ഈക്വൽ ടു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പൈൻഡ് ലിവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് അല്ലേ. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ എത്രയാ? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT. ദെൻ ഫിനാൻഷ്യൽ ലിവറേജിന്റെ ഇക്വേഷൻ
EBIT ഡിവൈഡ് ബൈ EBT, EBIT ഡിവൈഡ് ബൈ EBT. ദെൻ ഇതില് ഇവിടെ EBIT ഉണ്ട്, ഇവിടെ EBIT ഉണ്ട്, രണ്ട് നമുക്ക് വെട്ടിക്കളയാം. EBIT ഉണ്ട്, EBIT ഉണ്ട്. അപ്പൊ കോൺട്രിബ്യൂഷൻ, ബാക്കിയുള്ള കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBT. അങ്ങനെയാണ് ഈ ഫൈനൽ ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് കമ്പൈൻഡ് ലിവറേജിന്റെ ഫൈനൽ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് ഇസ് ഇക്വൽ ടു പെർസെന്റേജ് ചേഞ്ചസ് ഇൻ EPS ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ സെയിൽസ്. കമ്പൈൻഡ് ലിവറേജ് ഇസ് ഇക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBT, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBT. യെസ്, അത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻടു ഫിനാൻഷ്യൽ ലിവറേജ്, ദാറ്റ് ഈസ് കമ്പൈൻഡ് ലിവറേജ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 1. Question from leverage. Question number 1. Sales rupees 100, variable cost 40, fixed cost 40. Calculate operating leverage. OL ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. നമുക്കറിയാം ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ എന്താ? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് അല്ല, ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT, ദാറ്റ് ഈസ് ഇക്വേഷൻ. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം. നമ്മൾ ആ കോസ്റ്റ് ഷീറ്റ് നമുക്ക് എഴുതാം. സെയിൽസ് 100 ലെസ് വേരിയബിൾ കോസ്റ്റ് 40 ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് 40 ആണ് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് 40. സെയിൽസ് എന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ കിട്ടും. 60 നമുക്ക് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് കിട്ടി. ദെൻ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള 40 കുറച്ചാൽ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ EBIT കിട്ടും. EBIT അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 20 കിട്ടും. അപ്പോൾ നമ്മൾ ഇത്ര മാത്രമേ ഉള്ളൂ. സെയിൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് എടുത്ത് എഴുതി. സെയിൽസിൽ നിന്ന് സെയിൽസ് 100 ആണ്, അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് 40 കുറച്ചു, അപ്പോൾ കോൺട്രിബ്യൂഷൻ 60 കിട്ടി. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള 40 കുറച്ചു, അപ്പോൾ നമുക്ക് EBIT 20 കിട്ടി. ദെൻ ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഇക്വൽ ടു, ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഇക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT. കോൺട്രിബ്യൂഷൻ എത്ര ഇതിൽ 60 ആണ്. കോൺട്രിബ്യൂഷൻ 60 ഡിവൈഡഡ് ബൈ EBIT 20. 60 ഡിവൈഡ് ബൈ 20 എത്ര? 3. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഇക്വൽ ടു 3. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഷീറ്റ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് എഴുതണം, അതിനുശേഷം നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഫിഗർ ഉപയോഗിച്ചുകൊണ്ട് സെയിൽസ് 100 എന്ന് എഴുതി, അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് 40 കുറച്ചു, 60 കോൺട്രിബ്യൂഷൻ കിട്ടി, അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചപ്പോൾ നമുക്ക് EBIT കിട്ടി. ഇത്രയാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് വേണ്ടത്. നമ്മളോട് ഇവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് അല്ല. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഇക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ 60 ആണ്, EBIT എന്ന് പറയുന്നത് 20 ആണ്. 60 ഡിവൈഡ് ബൈ 20 ഇസ് ഇക്വൽ ടു 3. 60 ഡിവൈഡ് ബൈ 20 ഇസ് ഇക്വൽ ടു 3. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഇക്വൽ ടു 3. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ, ബേസ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. A firm has a sale of 10 lakh, variable cost 7 lakh, fixed cost 2 lakh, debt 5 lakh at 10% interest. What are the operating, financial and combined leverage? 3 കാര്യങ്ങളാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു, ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു, കമ്പൈൻഡ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഫ്രണ്ട്സ്, ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ എന്താ? നമുക്ക് ഇവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് അല്ല, ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT. Then financial leverage EBIT divided by EBT. ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ എടുത്ത് എഴുതാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഇക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT. ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ഇക്വൽ ടു EBIT ഡിവൈഡ് ബൈ EBT. ദെൻ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കാം. സെയിൽസ് ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന സെയിൽസ് 10 ലക്ഷം. സെയിൽസ് 10 ലക്ഷം എടുത്ത് എഴുതി. ജസ്റ്റ് സെയിൽസ് 10 ലക്ഷം എടുത്ത് എഴുതി. 10 ലക്ഷം. അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് 7 ലക്ഷം കുറച്ചു. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ സെയിൽസ് എന്ന വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കിട്ടും. കോൺട്രിബ്യൂഷൻ 3 ലക്ഷം കിട്ടി. 10 ലക്ഷത്തിൽ നിന്ന് 7 ലക്ഷം കുറച്ചാൽ 3 ലക്ഷം കിട്ടി. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറക്കാം. ഫിക്സഡ് കോസ്റ്റ് 2 ലക്ഷം കുറക്കാം. അപ്പോൾ നമുക്ക് EBIT കിട്ടും. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ EBIT കിട്ടും. 3 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം കുറച്ചാൽ 1 ലക്ഷം കിട്ടും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് 10%. 5 ലക്ഷമാണ് ഡെപ്റ്റ് വരുന്നത്. 5 ലക്ഷത്തിന് 10% 50,000. 1 ലക്ഷത്തിൽ നിന്ന് 50,000 കുറക്കുക. അപ്പോൾ 10% ഓഫ് 5 ലക്ഷം. 5 ലക്ഷമാണല്ലോ ഇവിടെ ഡെപ്റ്റ് പറയുന്നത്. അതിൽ 10% ഇൻട്രസ്റ്റ് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ EBIT നിന്ന് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ നിന്ന് ഇൻട്രസ്റ്റ് കൂടെ കുറച്ചപ്പോൾ ആയി പോയി. അപ്പോൾ EBIT കിട്ടി. EBIT 50,000 കിട്ടി. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് EBIT 1 ലക്ഷമായിരുന്നു. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് 10%, 5 ലക്ഷത്തിന് 10%, 50,000 കുറച്ചു. അപ്പോൾ 50,000 EBIT കിട്ടി. ഇത്രയാണ് നമ്മളെ കോസ്റ്റ് ഷീറ്റിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ജസ്റ്റ് എടുത്ത് എഴുതി. സെയിൽസിൽ 10 ലക്ഷമാണ്. അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് 7 ലക്ഷം കുറച്ചു. അപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടി. കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള 2 ലക്ഷം കുറച്ചു. 3 ലക്ഷത്തിൽ നിന്ന് കോൺട്രിബ്യൂഷൻ 3 ലക്ഷമാണ്. 3 ലക്ഷത്തിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള 2 ലക്ഷം കുറച്ചപ്പോൾ 1 ലക്ഷം EBIT കിട്ടി. EBITയിൽ നിന്ന് ഇൻട്രസ്റ്റ് 50,000 കുറച്ചു. അപ്പോൾ 50,000 EBIT കിട്ടി. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ആണ്. കോൺട്രിബ്യൂഷൻ എത്രയാണ് ഇതിൽ വരുന്നത്? കോൺട്രിബ്യൂഷൻ 3 ലക്ഷമാണ്.
3 ലക്ഷം ഡിവൈഡ് ബൈ EBIT എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. EBIT എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. 3 ലക്ഷം ഡിവൈഡ് ബൈ 1 ലക്ഷം 3. ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഇക്വൽ ടു 3 ടൈംസ്. 3 ടൈംസ് എന്നതാണ് അതിനർത്ഥം. ടൈംസിലാണ് നമ്മൾ എപ്പോഴും എഴുതുക. 3 ടൈംസ് എന്നാണ് ആൻസർ ചെയ്യുക. 3 ടൈംസ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഇക്വൽ ടു 3 ടൈംസ്. ദെൻ ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഇക്വൽ ടു EBIT ഡിവൈഡ് ബൈ EBT. EBIT ഇവിടെ എത്ര? 1 ലക്ഷം. EBIT 1 ലക്ഷം അല്ലേ? EBIT 1 ലക്ഷം ഡിവൈഡ് ബൈ EBT എത്ര? EBT 50,000. 1 ലക്ഷം ഡിവൈഡ് ബൈ 50,000 2. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദെൻ കമ്പൈൻഡ് ലിവറേജ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് അല്ലേ? ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് ആണ് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത് 3 ആണ്, 3 ടൈംസ് ആണ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് 2 ടൈംസ് ആണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് 3 × 2 6. കമ്പൈൻഡ് ലിവറേജ് ദാറ്റ് വി ഗെറ്റ് ഇറ്റ് 6. 3 × 2. ഓപ്പറേറ്റിംഗ് ലിവറേജ് 3, ഫിനാൻഷ്യൽ ലിവറേജ് 2. 3 × 2 6. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം, നമ്മൾ ഇത്രയും നേരം കാൽക്കുലേറ്റ് ചെയ്ത് ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും മാത്രമാണ്. ഇനി നമ്മളോട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. അതെന്തുകൊണ്ടാണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്? 2 പ്ലാൻ തരികയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ 2 പ്ലാൻ തരികയാണെങ്കിൽ അതിന്റെ ചേഞ്ചസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഗ്രിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഒരു പ്ലാൻ മാത്രമാണെങ്കിൽ നമ്മൾ നോർമൽ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. 2 ഡാറ്റ തരികയാണെങ്കിൽ, 2 വർഷത്തെ പ്ലാൻ അല്ലെങ്കിൽ 2 പ്ലാൻ തരികയാണെങ്കിൽ ഡിഗ്രിയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് ഈ ഒരു കാര്യത്തിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. നമുക്ക് ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട്, പ്ലാൻ 1ഉം പ്ലാൻ 2ഉം തന്നിട്ടുണ്ട്. സെയിൽസ് പ്ലാൻ 1 10 ലക്ഷം, പ്ലാൻ 2 15 ലക്ഷം, വേരിയബിൾ കോസ്റ്റ് 6 ലക്ഷം 9 ലക്ഷം, ദെൻ ഫിക്സഡ് കോസ്റ്റ് 1 ലക്ഷം. ദെൻ കാൽക്കുലേറ്റ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, DOL ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ എന്താ വരിക? പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ സെയിൽസ്. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. യെസ്, പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ സെയിൽസ്. അതാണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ സെയിൽസ്. അപ്പൊ നമുക്ക് ആദ്യം കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കാം. സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് 10 ലക്ഷം. സെയിൽസ് 10 ലക്ഷം തന്നിട്ടുണ്ട്. പ്ലാൻ 1 തന്നിട്ടുണ്ട്, പ്ലാൻ 2 തന്നിട്ടുണ്ട്. അപ്പോൾ 2 നമ്മൾ തയ്യാറാക്കണം. പ്ലാൻ 1 നമുക്ക് ആദ്യം തയ്യാറാക്കാം. സെയിൽസ് 10 ലക്ഷം, അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് 6 ലക്ഷം കുറക്കുക. വേരിയബിൾ കോസ്റ്റ് 6 ലക്ഷം കുറച്ചു, അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി 4 ലക്ഷം. 10 ലക്ഷം 6 ലക്ഷം കുറച്ചപ്പോൾ 4 ലക്ഷം കോൺട്രിബ്യൂഷൻ കിട്ടി. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറക്കാം. ഫിക്സഡ് കോസ്റ്റ് 1 ലക്ഷം. ഫിക്സഡ് കോസ്റ്റ് 1 ലക്ഷം കുറച്ചപ്പോൾ 3 ലക്ഷം. EBIT വരെ മതി നമുക്ക് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. EBIT വരെ മതി. സെയിൽസ് മുതൽ EBIT വരെ മതി എന്ന് നമുക്കറിയാം. അപ്പോൾ 3 ലക്ഷം EBIT കിട്ടി. പ്ലാൻ 1 കിട്ടി. ദെൻ പ്ലാൻ 2 അതേപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. സെയിൽസ് എന്ന് പറയുന്നത് 15 ലക്ഷം അത് എഴുതി. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 9 ലക്ഷമാണ്. 9 ലക്ഷം എഴുതി. അതിൽ നിന്ന് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചപ്പോൾ 6 ലക്ഷം കോൺട്രിബ്യൂഷൻ കിട്ടി. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറക്കുക, 1 ലക്ഷം കുറക്കാം. അപ്പോൾ EBIT കിട്ടും. 5 ലക്ഷം EBIT കിട്ടി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യാം. പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ സെയിൽസ്. അതാണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ സെയിൽസ്. പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ അല്ല ഇത്. ഇവിടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2 പ്ലാൻ തന്നിട്ടുണ്ടെങ്കിലാണ് ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുക. 2 തമ്മിലുള്ള വ്യത്യാസമാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പ്ലാൻ 2ന്റെ എത്ര? 5 ലക്ഷം അല്ലേ? 5 ലക്ഷം. പ്ലാൻ 1ന്റെ എത്ര? EBIT എത്രയാണ് നോക്കാം. പ്ലാൻ 1ന്റെ EBIT 3 ലക്ഷം. 5 ലക്ഷം മൈനസ് 3 ലക്ഷം. 5 ലക്ഷം മൈനസ് 3 ലക്ഷം. പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT കാൽക്കുലേറ്റ് ചെയ്യാണ്. 5 ലക്ഷം മൈനസ് 3 ലക്ഷം ഡിവൈഡഡ് ബൈ പ്ലാൻ 1. പ്ലാൻ 1 3 ലക്ഷം. ഇത്ര മാത്രമേ ഉള്ളൂ. 2 തമ്മിലുള്ള വ്യത്യാസമാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ EBIT, പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 5 ലക്ഷം പ്ലാൻ 2ന്റെ 5 ലക്ഷം എടുത്തു. പ്ലാൻ 1ന്റെ 3 ലക്ഷം കുറച്ചു. 5 ലക്ഷം മൈനസ് 3 ലക്ഷം എടുത്തു. എന്നിട്ട് ഡിവൈഡഡ് ബൈ പ്ലാൻ 1ന്റെ ഫിഗർ. പ്ലാൻ 1ന്റെ ഫിഗർ 3 ലക്ഷം. 5 ലക്ഷം മൈനസ് 3 ലക്ഷം ഡിവൈഡ് ബൈ 3 ലക്ഷം ഇൻറ്റു 100 ചെയ്യണം. കാരണം ഇവിടെ പെർസെന്റേജ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT 67% കിട്ടി. അത്ര മാത്രമേ ഉള്ളൂ. ദെൻ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ സെയിൽസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സെയിൽസ് 15 ലക്ഷമാണ്. പ്ലാൻ 2ന്റെ 15 ലക്ഷമാണ്. 15 ലക്ഷം 10 ലക്ഷമായി കുറഞ്ഞു. 15 ലക്ഷം മൈനസ് 10 ലക്ഷം. 15 ലക്ഷം മൈനസ് 10 ലക്ഷം ഡിവൈഡ് ബൈ 10 ലക്ഷം. 15 ലക്ഷം മൈനസ് 10 ലക്ഷം. 15 ലക്ഷമാണ് പ്ലാൻ 2ന്റെ 15 ലക്ഷമാണ്. 10 ലക്ഷമാണ് പ്ലാൻ 1ന്റെ. 15 ലക്ഷം മൈനസ് 10 ലക്ഷം ഡിവൈഡഡ് ബൈ 10 ലക്ഷം. പ്ലാൻ 1ന്റെ ആണ് ഡിവൈഡഡ് ബൈ എഴുതുക. ഓക്കെ, ഇൻറ്റു 100 50% കിട്ടും. സോറി ഫ്രണ്ട്സ്. അപ്പോൾ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ദ സെയിൽസ് ആണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് വരാം.
ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ദ EBIT നമുക്ക് എത്ര കിട്ടി? 67% ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ദ സെയിൽസ് എത്ര കിട്ടി? 50%. 67% ഡിവൈഡ് ബൈ 50%, 1.34 ടൈംസ്. 1.34 ടൈംസ് 67 ഡിവൈഡ് ബൈ 50. 67 ഡിവൈഡ് ബൈ 50 ചെയ്താൽ മതി, കാൽക്കുലേറ്റർ ചെയ്താൽ മതി. 67 ഹരിക്കണം 50, 1.34 ടൈംസ്. ടൈംസിലാണ് നമ്മൾ എപ്പോഴും ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 1.34 ടൈംസ്. ടൈംസ് എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ എഴുതുമ്പോൾ ടൈംസ് എന്ന് എഴുതാൻ നന്നായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 4 നമ്മൾ കഴിഞ്ഞു. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. ദെൻ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കുറച്ച് പ്ലാൻ 1ഉം പ്ലാൻ 2ഉം തന്നിട്ടുണ്ട്. ഇങ്ങനെ 2 പ്ലാൻ തരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ പ്ലാൻ 1ഉം പ്ലാൻ 2ഉം കൊടുത്തിട്ടുണ്ട്. പ്ലാൻ 1 മാത്രമാണ് തരുന്നെങ്കിലോ നോർമൽ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ പറയുള്ളൂ. പക്ഷേ 2 പ്ലാൻ തരികയാണെങ്കിൽ അല്ലെങ്കിൽ 2 ഇയറിൽ ഡാറ്റ തരികയാണെങ്കിൽ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് പറയുക. അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ ഫൈനൽ ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 4ൽ പറയുന്നത് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്ലാൻ 1ഉം തന്നിട്ടുണ്ട്, പ്ലാൻ 2ഉം തന്നിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, EBIT പ്ലാൻ 1 5000, പ്ലാൻ 2 10,000, ഇൻട്രസ്റ്റ് 4000, ദെൻ ടാക്സ് 50%, നമ്പർ ഓഫ് ഷെയർസ് 1000. ദെൻ EBIT മുതൽ EPS വരെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് വരിക എന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. EBIT മുതൽ EPS വരെയാണ് വരിക. അപ്പോൾ അത്രയും ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. പ്ലാൻ 1 തന്നിട്ടുണ്ട്, പ്ലാൻ 2 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആദ്യം പ്ലാൻ 1ന്റെ കാൽക്കുലേറ്റ് ചെയ്യാം. പ്ലാൻ 1ന്റെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. EBIT എത്രയാണ്? EBIT പ്ലാൻ 1ന്റെ 5000 കിട്ടി. ദെൻ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറക്കാം. ഇൻട്രസ്റ്റ് 4000 കുറച്ചു, അപ്പോൾ 1000 കിട്ടി. EBT 1000 എന്ന് കിട്ടി. അതിൽ നിന്ന് ടാക്സ് കുറക്കാം. ടാക്സ് 50% പറയുന്നത്. ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 1000 EBTയുടെ 1000ന്റെ 50%. 1000ന്റെ 50% എന്ന് പറയുന്നത് 500 ആണ്. EBTയുടെ 50%. EBTയുടെ 50%, 1000ന്റെ 50% 500 ആണ്. അപ്പോൾ നമുക്ക് EAT കിട്ടും, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. 1000 മൈനസ് 500 കിട്ടും. അതിൽ നിന്ന് നമ്പർ ഓഫ് ഷെയർസ് ഡിവൈഡ് ചെയ്താൽ 500 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് 1000 ഷെയർസ് ആണുള്ളതെന്ന് പറയുന്നുണ്ട്. 1000 ഷെയർസ് ആണുള്ളത്. 500 ഡിവൈഡ് ബൈ 1000 0.5 ആണ് EPS കിട്ടുക. EPS എന്ന് പറയുന്നത് അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോഴാണ് EPS കിട്ടുക. EAT ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ് EPS കിട്ടുക. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് അതാണ് EPS എന്ന് പറഞ്ഞ് കിട്ടുക. ദെൻ പ്ലാൻ 2 എന്ന് പറയുന്നത് അതേപോലെ തന്നെ സിമിലർ നേച്ചറിൽ നിങ്ങൾ പ്ലാൻ 2 കാൽക്കുലേറ്റ് ചെയ്യാം. EBIT എന്ന് പറയുന്നത് 10,000 ആണ്. EBIT എന്ന് പറയുന്നത് 10,000 ആണ്. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് 4000 കുറച്ചു, അപ്പോൾ 6000 EBT കിട്ടി. EBTയിൽ നിന്ന് ടാക്സ്, അതിന്റെ 50% ടാക്സ്. 6000ന്റെ 50% 3000. അപ്പോൾ നമുക്ക് 3000 ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടി. അതിൽ നിന്ന് നമ്പർ ഓഫ് ഷെയർസ് 1000 ഷെയർസ് ആണുള്ളത്. 3000 ഡിവൈഡ് ബൈ 1000 3000 ഡിവൈഡ് ബൈ 1000. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഇസിക്കൽ EPS. അങ്ങനെയാണ് EPS കിട്ടുക. അപ്പോൾ 2 പ്ലാന്റെയും EPS നമുക്ക് കിട്ടി, EBIT കിട്ടി. ദെൻ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇസിക്കൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. പെർസെന്റേജ് ചേഞ്ചസിന്റെ ഡിഗ്രിയാണ് ഇവിടെ ചോദിക്കുന്നത്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. കാരണം 2 പ്ലാൻ തന്നതുകൊണ്ടാണ് ഇവിടെ ഡിഗ്രി വരുന്നത്. അത് തമ്മിലുള്ള വ്യത്യാസമാണ്. പെർസെന്റേജ് ചേഞ്ചസിന്റെ EPS ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസിന്റെ EBIT. ഇതാണ് അതിന്റെ ഇക്വേഷൻ വരിക. പെർസെന്റേജ് ചേഞ്ചസിന്റെ EPS ഏർണിംഗ് പെർ ഷെയർ ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസിന്റെ EBIT ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. പെർസെന്റേജ് ചേഞ്ചസിന്റെ EPS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ പ്ലാൻ 2ന്റെ 3 ആണ്. 3 മൈനസ് പ്ലാൻ 1ന്റെ 0.5. 3 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ പ്ലാൻ 1ന്റെ ഫിഗർ. പ്ലാൻ 1ന്റെ ഫിഗർ 0.5. 3 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ 0.5 ഇൻറ്റു 100. 500% ആണ് നമുക്കപ്പോൾ കിട്ടുക. 3 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ 0.5 ഇൻറ്റു 100 500 ആണ് നമുക്കപ്പോൾ കിട്ടുക. പെർസെന്റേജ് ചേഞ്ചസിന്റെ EPS 500% കിട്ടി. ദെൻ പെർസെന്റേജ് ചേഞ്ചസിന്റെ EBIT നോക്കാം. 10,000 5000 കുറഞ്ഞു. 10,000 മൈനസ് 5000 ഡിവൈഡഡ് ബൈ പ്ലാൻ 1ന്റെ 5000. 10,000 മൈനസ് 5000 ഡിവൈഡ് ബൈ 5000 ഇൻറ്റു 100 ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. 10,000 മൈനസ് 5000 ഡിവൈഡഡ് ബൈ പ്ലാൻ 1ന്റെ 5000. 10,000 മൈനസ് 5000 ഡിവൈഡ് ബൈ 5000 ഇൻറ്റു 100% കിട്ടും. അപ്പോൾ നമുക്ക് പെർസെന്റേജ് ചേഞ്ചസിന്റെ EPS 500%, പെർസെന്റേജ് ചേഞ്ചസിന്റെ EBIT 100% കിട്ടി. പെർസെന്റേജ് ചേഞ്ചസിന്റെ EPS എത്ര? 500 ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസിന്റെ EBIT 100 ഇസ് ഈക്വൽ ടു 5 ടൈംസ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ഈക്വൽ ടു പെർസെന്റേജ് ചേഞ്ചസിന്റെ EPS ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസിന്റെ EBIT. പെർസെന്റേജ് ചേഞ്ചസിന്റെ EPS
500% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പെർസെന്റേജ് ചേഞ്ചസിന്റെ EBIT 100% നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 500 ഡിവൈഡ് ബൈ 100 5 ടൈംസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ DFL എന്ന് പറഞ്ഞ് കിട്ടുക. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് അങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇത്രയും 4 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ആൻസർ ചെയ്തു. 4 ചോദ്യങ്ങൾ അതിന്റെ ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് ക്ലാസ് എടുത്തത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അധികം ബോറടിക്കാത്ത രീതിയിലാണ് ക്ലാസ് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം കുറച്ച് ഫാസ്റ്റ് ആയി പറയുമ്പോൾ നമുക്ക് എപ്പോഴും എനർജറ്റിക് ഉണ്ടാവും. ആ എനർജറ്റിക്കിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തെടുക്കുക. ഈ ക്ലാസ് മുഴുവനായിട്ട് നോട്ട് ചെയ്തെടുക്കുക. ഇതിന്റെ PDF വേണമെങ്കിൽ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.